ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലവ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള സീക്രട്ടാണ്. അഥവാ പല ആളുകളും എന്നോട് പറയാറുണ്ട്, സാറേ ഒരു 4 ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും, പിന്നെ അത് കഴിഞ്ഞാൽ തീരെ സ്നേഹമില്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്, എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആകും. എന്നാൽ എൻ്റെ ലൈഫിൽ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. പരസ്പരം സ്നേഹിക്കുന്ന ആളുകളായിരിക്കാം, ഇനി അതല്ല പാർട്ട്നേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സ്നേഹം ലഭിക്കുന്ന സമയത്ത് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമ്മൾ അത്തരം കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയാറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ പ്രയറിൽ അത് ഉൾപ്പെടുത്തണം. നമ്മളെ ഒത്തിരി സ്നേഹിച്ചു എന്ന് നമുക്ക് തോന്നുമ്പോൾ, നമുക്ക് അവരിൽ നിന്നും സ്നേഹം എക്സ്പീരിയൻസ് ചെയ്തു, നല്ലൊരു അനുഭവം കിട്ടി, ഹാപ്പിനെസ് കിട്ടി എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ നന്ദി പറയണം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നന്ദി പറയണം. അത് സ്ഥിരമാക്കണം. അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ചിലപ്പോൾ അവർ നമ്മുടെ വീക്ക് പോയിന്റുകളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നിനക്ക് അതിന് കഴിയില്ല, ഇതിന് കഴിയില്ല എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മളെ ഒരു ക്വാളിറ്റീസ് ചിലപ്പോൾ ഒരുപാട് ഉണ്ടായിരിക്കാം, പക്ഷേ എങ്കിൽ കൂടി ആ ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ അത്ര പോരാ, അല്ലെങ്കിൽ നമ്മളത്ര അട്രാക്റ്റീവ് അല്ല എന്നുള്ള തോട്ട് പ്രോസസ്സ് ചിലപ്പോൾ നമുക്ക് നടക്കും. അത് നമ്മുടെ ബിലീഫായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മളോടുള്ള ഒരു അട്രാക്ഷൻ കുറയാൻ ആ ഒരു തോട്ട് കാരണമായി തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക, അത് അഫേം ചെയ്യുക, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങൾക്ക് ഇത്തരത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലവ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കുറച്ച് അഫർമേഷൻസ് രാവിലെ 5 മിനിറ്റ് പറയേണ്ടതും രാത്രി കിടക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് പറയേണ്ടതും ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലോട്ട് കൺസിസ്റ്റൻറ്റ് ലവ് മാനിഫെസ്റ്റിംഗ് അഫർമേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടാൽ മതി. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആരോടെങ്കിലുമൊക്കെ വെറുപ്പോ വിദ്വേഷമോ പകയൊക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതും പ്രയാസമാണ്. കാരണം അത്തരത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് ഹെയ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരോടെങ്കിലുമൊക്കെ വെറുപ്പോ പകയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക, അവർക്കൊക്കെ മാപ്പ് കൊടുക്കുക, ഫോർഗീവ് ചെയ്യുക, എന്നിട്ട് ഒരു നല്ല മൈൻഡോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്.